എല്ലാവർക്കും നമസ്കാരം. ഓം നമ ശിവായ. ഏറ്റവും ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അതായത് ജാതി മത സ്ത്രീ പുരുഷ ഭേദമന്യേ പറയുകയാണ്, നമ്മുടെ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടി ജീവിതം നയിക്കാനാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതിയാണ്. ഇത് പറയാൻ കാരണം, സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സംതൃപ്തി തന്നെയാണ്. അത് മനസ്സിൻ്റെ സംതൃപ്തിയാവാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സംതൃപ്തിയുമാകാം. എന്തായാലും സംതൃപ്തമായിട്ടുള്ളൊരു ജീവിതമാണ് ഓരോ മനുഷ്യനും ലക്ഷ്യം വയ്ക്കുന്നത്. ഈ മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് സംതൃപ്തി അല്ലാതെ മറ്റൊന്നുമല്ല. ഈ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്കായില്ലെങ്കിലും അല്പം ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയാൽ ഈ കാര്യം തീർച്ചയായും പിടികിട്ടുന്നതാണ്. ശരി, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്കിപ്പോഴത്തെ നീറുന്ന പ്രശ്നം തന്നെ നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് എടുക്കാം. അതായത് സമാധാനമില്ലായ്മ, അസ്വസ്ഥത, ഇത് തന്നെ എടുക്കാം. ഓം നമ ശിവായ. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഏത് മൂർത്തിയെയാണോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവമായിട്ട് കാണുന്നത് ആ മൂർത്തിയെ ആഴത്തിൽ അറിയുക. അതായത് ഗ്രന്ഥങ്ങളിൽ നിന്നോ മറ്റ് മുതിർന്ന ആളുകളിൽ നിന്നോ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഉടനെ തന്നെ 7 ദിവസത്തെ വ്രതം പിടിക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കുന്നതാണ്. അതായത് ഇന്നലെ വരെ ഇരുട്ടായിരുന്നെങ്കിൽ ഇന്ന് മുതൽ വെളിച്ചത്തിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിയുന്നതാണെന്ന് സാരം. ഇവിടെ ഇന്ന് മഹാദേവനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശിവനെ ശരണം പ്രാപിച്ചാൽ നിങ്ങൾക്ക് ഈ 7 ദിവസത്തിനുള്ളിൽ വന്നു ചേരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ എത്ര വലിയ ദുഃഖദുരിതത്തിൽപ്പെട്ട് ഉഴലുന്ന അവസ്ഥയിലാണെങ്കിലും ശരി, ഈ പറഞ്ഞതുപോലെ 7 ദിവസം വ്രതം പിടിക്കുക. എന്നിട്ട് 7 ദിവസം വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. ഇതാണ് നിങ്ങളുടെ സകല പിടിയും വിട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട നടപടി എന്ന് പറയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ വ്രതം എടുത്ത് ശിവക്ഷേത്രത്തിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് മൂർത്തിയെയാണോ ഉപാസിക്കാൻ പോകുന്നത് ആ മൂർത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ 100-ൽ 100% ഉറപ്പാണ്. ഇത് പറയാൻ കാരണം, ദേവന്മാരുടെ ദേവനായി, മഹാദേവനായി, ഈശ്വരനായി, ദക്ഷിണാമൂർത്തിയായി മഹായോഗികൾ പോലും ശിവനെ വാഴ്ത്തുന്നു. ഈ ശിവം എന്ന പദത്തിൻ്റെ അർത്ഥം മംഗളകരം, അല്ലെങ്കിൽ സർവമംഗളങ്ങളും തരുന്നതെന്നാണ്. അതായത് ആപത്തുകളും അകാല മരണവും ഒഴിവാക്കാൻ നിത്യവും നമ്മൾ മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരനെ മനസ്സറിഞ്ഞ് ഭജിക്കണമെന്നാണ് ഹൈന്ദവ ശാസ്ത്രങ്ങൾ അടിവരയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിത്യവും ശിവാരാധന ചെയ്യുന്ന ഭക്തർ മരണാനന്തരം ശിവൻ്റെ ഭൂതഗണങ്ങളിൽ ഒന്നായി തീരുന്നുവെന്നും കൈലാസത്തിൽ ശിവനിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുന്നുവെന്നുമാണ് വിശ്വാസം നിലനിൽക്കുന്നത്. ഈ പുണ്യപുരാതന ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത് പ്രകാരം നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ സമയം അനുഭവിക്കേണ്ടി വരുന്നത് അത് അത്ര വലിയ പുതുമയൊന്നുമല്ല. ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇത് പറയാൻ കാരണം, ഈ പറഞ്ഞ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ കലിയുഗത്തിൽ മനുഷ്യർക്ക് സർവ്വവിധ കഷ്ടനഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അതും അളവില്ലാത്ത രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അറിവുകളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾക്ക് ഇതൊന്നും അത്ര പുതുമയുള്ള വിഷയങ്ങളുമല്ല താനും. എന്നാൽ ആ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇതിനുള്ള പ്രതിവിധിയും കൂടി പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈശ്വരഭജനമാണ് ഇപ്പോൾ ഈ കലിയുഗത്തിൻ്റെ പ്രഭാവത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗമെന്നാണ് അതിൽ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടദേവത ഏതുമായിക്കൊള്ളട്ടെ, അതിൽ നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസവും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കണം. അത്രയേ ഉള്ളൂ. ഇവിടെ ശിവൻ പരബ്രഹ്മമൂർത്തി ആയതുകൊണ്ട് തന്നെ ശിവനിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അത് നിത്യാനന്ദമാണ്. ഈ നിത്യാനന്ദം ഇടതടവില്ലാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈവരുന്ന ആ കൈവല്യത്തെയാണ് മഹായോഗികൾ ബ്രഹ്മാനന്ദം എന്ന് വിളിക്കുന്നത്.
ഈ പറഞ്ഞത് നമ്മൾ സാധാരണക്കാർക്ക് ശിവനെ മനസ്സറിഞ്ഞ് ഭജിച്ചാൽ തീർച്ചയായും പ്രാപ്തമാക്കാവുന്നതാണ്. ഇതിവിടെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ത്രിമൂർത്തികളിൽ വെച്ച് സംഹാരത്തിൻ്റെ, മൃത്യുവിൻ്റെ, വിജയത്തിൻ്റെ, ആയുസ്സിൻ്റെ, മംഗളങ്ങളുടെ അഥവാ ലയനത്തിൻ്റെ ദൈവമായാണ് ശിവനെ പരാമർശിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞത് തന്നെ മറ്റു ചില വിശ്വാസ സംഹിതകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ സമ്പത്തിൻ്റെ യഥാർത്ഥ ദൈവവും ശിവൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അധികാരത്തിലാണ് സമ്പത്ത് നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ തന്നെ ക്രമം അങ്ങനെയാണ്. ഈ ശൈവ സമ്പ്രദായത്തിലെ വിശ്വാസപ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും അതിൽ പരിവർത്തനം ചെയ്യുന്നതും സംഹരിക്കുന്നതുമെല്ലാം ശിവനും ശക്തിയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ശിവഭക്തർ പരമശിവനെ ആയുസ്സിൻ്റെ ദൈവമായിട്ട് കണക്കാക്കാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പരമശിവൻ മൃത്യുഞ്ജയൻ അഥവാ മൃത്യുവിജയി എന്നറിയപ്പെടുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമാണല്ലോ. മരണഭയം അകന്നു പോകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും അതുപോലെ തന്നെ അപകടങ്ങൾ, അകാല മരണം എന്നിവ ഒഴിഞ്ഞു പോകുവാനും അതിനോടൊപ്പം മഹാരോഗങ്ങൾ വരെ നമ്മളിൽ നിന്ന് അകന്നു പോകുവാനും മൃത്യുഞ്ജയനായ ശിവനെ ആരാധിക്കണമെന്ന് ഇതിൽ നിന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തിലാണ് ഈ രോഗനാശകനായ ശിവനെ വൈദ്യനാഥൻ എന്ന് മഹായോഗികൾ വിളിക്കാൻ കാരണം. അതായത് ഈ രോഗം നശിപ്പിക്കുവാനുള്ളൊരു ഊർജ്ജശക്തിയാണ് പരമശിവൻ നമുക്ക് നൽകുന്നത്. അതിൻ്റെ പ്രതീകമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. ഇവിടെ ഈ വിശ്വാസപ്രകാരം ഈ പ്രപഞ്ച ഊർജവും ക്രിയാത്മക ശക്തിയും ആദിപരാശക്തി എന്ന സർവേശ്വരിയാണ്. അതുകൊണ്ടാണ് ദേവിയെ മഹാമായ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. ഇവിടെ ഈ മായ എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന പ്രതീതി ഉളവാക്കി അതിൽ ചരാചരങ്ങളെ ചലിപ്പിക്കുന്നവളാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പരാശക്തിയായി ഭഗവതി ശ്രീപാർവതി അഥവാ പരമശിവന്റെ തുല്യ പൂരക പങ്കാളിയും സാക്ഷാൽ ജഗദീശ്വരിയുമാണെന്ന് ശൈവപുരാണങ്ങൾ വാഴ്ത്താനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഇരുവരെയും ചേർത്ത് ശിവശക്തി എന്ന് വിളിക്കപ്പെടുന്നു. ഈ ശിവപുരാണപ്രകാരം നോക്കുമ്പോൾ ആദിശിവനും ആദിശക്തിയും ചേർന്നാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയതെന്നും മറ്റ് ദേവീദേവന്മാരെല്ലാവരും ഈ ശിവശക്തികളിൽ നിന്നും ഉടലെടുത്തവരാണെന്നും ആ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു. എന്തായാലും ഈ പറഞ്ഞത് വിശ്വാസമാണെങ്കിലും ഈ വിശ്വാസത്തിലെ പരമാർത്ഥം നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഈ ശിവൻ ഒരു ശരീരത്തിലെ ജീവൻ തന്നെയാണെന്നും പാർവതി ക്രിയാത്മക ശക്തിയാണെന്നും അതൊരു വിശ്വാസമാണ്. എന്നാൽ ശിവനില്ലാത്ത ശരീരം, അതായത് ജീവൻ നഷ്ടപ്പെട്ട ശരീരം, ശവം എന്ന നാമത്തിൽ നമ്മൾ പൊതുവെ സംബോധന ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് വിശ്വാസമാകുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രവും ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം. ഇവിടെ ലോകത്തിൻ്റെ നാഥൻ എന്ന അർത്ഥത്തിൽ ശിവനെ വിശ്വനാഥൻ എന്ന പേരിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഇത്രയധികം ചൈതന്യമുള്ളൊരു പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ ശിവഭക്തർ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ശേഷം മിച്ചം വരുന്നതിൽ അല്പം ഭസ്മം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് ഈ പരേതാത്മാവിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനും ആ പരേത വ്യക്തിക്ക് ശിവലോകത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ മോക്ഷപ്രാപ്തി ഉണ്ടാവാൻ സഹായിക്കുമെന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആകെ കൂടി ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും ശരി, ഈ പറഞ്ഞതുപോലെ 7 ദിവസം നിങ്ങൾക്ക് ശിവാരാധന ചെയ്യാനായാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരികെ പിടിക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നതുമാണ്. ഈ വീട്ടിൽ മാത്രമല്ല, നിങ്ങളുമായിട്ട് ക്രയവിക്രയങ്ങൾ നടത്തുക, ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങളുമായിട്ട് സംസർഗത്തിലേർപ്പെടുക, അങ്ങനെ തുടങ്ങി എല്ലാ വ്യവഹാരങ്ങളിലും വളരെ വലിയൊരു പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതാണ്. ഇത് ചുരുക്കി പറഞ്ഞാൽ ജീവിതം രക്ഷപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗം ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് ആ അതിവിശിഷ്ടമായിട്ടുള്ള നാമം ഏതാണെന്ന് നോക്കാം. അതിനെ തുടർന്ന് 12 നക്ഷത്രക്കാർ, അതായത് ശിവനെ വളരെ അത്യാവശ്യമായി ഈ പറഞ്ഞതുപോലെ ഭജിക്കേണ്ട 12 നാളുകാർ ഏതൊക്കെയാണെന്നും പറയുന്നതാണ്. അതിവിശിഷ്ടമായിട്ടുള്ള നാമം ഇതാണ്:
കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജകേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനി സഹിതം നമാമി. ഇതാണ് ആ മഹത്തായ നാമം. ഇത് നിങ്ങൾ സന്ധ്യാനാമങ്ങൾ ചൊല്ലുമ്പോൾ ആവർത്തിച്ച് ജപിച്ച് നന്നായി മനഃപ്പാഠമാക്കുക. എന്നിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം എനിക്ക് വേണം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ നാമം മനസ്സിൽ ജപിക്കാവുന്നതാണ്. അതോടുകൂടി ആ തടസ്സം നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ മാറിക്കിട്ടുന്നതായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇത് ഈ സന്ധ്യാനാമത്തോടൊപ്പം ജപിക്കുമ്പോൾ ഒരിരിപ്പിൽ തന്നെ കുറഞ്ഞത് ഒരു 21 തവണയെങ്കിലും നിങ്ങൾ ജപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കഴിയുമെങ്കിൽ 108 തവണ ആവർത്തിച്ച് ജപിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് സഹനശക്തി ഉണ്ടെങ്കിൽ മാത്രം, അങ്ങനെയുള്ളവർ മാത്രം ഈ പറഞ്ഞതുപോലെ 108 ഉരു ജപിച്ചാൽ മതി. അല്ലാത്തവർ ആദ്യം പറഞ്ഞതുപോലെ 21 ഉരു എന്ന സംഖ്യയിൽ മാത്രം നിർത്തി ജപിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ ദിവസവും വീട്ടിൽ നിലവിളക്ക് തെളിച്ച് സന്ധ്യാനാമം ജപിക്കുമ്പോൾ അതിനോടൊപ്പം ഇതും ജപിക്കാവുന്നതാണ്. ഇവിടെ ഈ നിലവിളക്ക് തെളിക്കുമ്പോൾ ജപിക്കാവുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഇതിൽ പ്രത്യേകിച്ച് മറ്റ് ചിട്ടവട്ടങ്ങൾ എന്തെങ്കിലും ഇതിനുണ്ടോ എന്ന് ഇവിടെ എടുത്തു ചോദിക്കേണ്ട കാര്യമില്ല. ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് നിലവിളക്ക് തെളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ജപിക്കാവുന്നതാണ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയുന്നത് മഹാദേവനെ നിശ്ചയമായിട്ടും ഇനിയുള്ള സമയങ്ങളിൽ, അതായത് ജീവിതയാത്രയിൽ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ഉപാസിക്കേണ്ട നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ്. ഇതിലാകെ 18 നക്ഷത്രക്കാർ എത്രയും പെട്ടെന്ന് ശിവാരാധന ആരംഭിക്കേണ്ടതാണ്. അതായത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നാൽ ഈ 18 നക്ഷത്രക്കാരിൽ 12 നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതചര്യയാക്കി ഇത് മാറ്റേണ്ടതാണ്. നമുക്കാദ്യം ആ 18 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിനുശേഷം ആ 12 നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നതാണ്. അതായത് ഈ 18 നക്ഷത്രക്കാരിൽ നിന്ന് തന്നെയാണ് ആ 12 നക്ഷത്രക്കാരെ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ 18 നക്ഷത്രക്കാർ യഥാക്രമം അശ്വതി ഭരണി കാർത്തിക, മകീരം തിരുവാതിര പുണർദം, മകം പൂരമുത്രം, ചിത്തിര ജ്യോതി വിശാഖം, മൂലം പൂരാടം ഉത്രാടം, അവിട്ടം ചതയം പൂരൂരുട്ടാതി. ഇവരാണ് ആ 18 നക്ഷത്രക്കാരായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ആ 12 നക്ഷത്രക്കാർ എന്ന് പറയുന്നത് മകീരം തിരുവാതിര പുണർദം, ചിത്തിര ജ്യോതി വിശാഖം, അവിട്ടം ചതയം പൂരൂരുട്ടാതി, ആയില്യം തൃക്കേട്ട രേവതി. ഈ 12 നക്ഷത്രക്കാർ ആദ്യം പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ ഭഗവാന്റെ ഒരു ഉപാസകരായി മാറാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.